ഹലോ ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോ നമ്മളൊരു യാത്ര പോവുകയാണേ. ഒരു ദിവസത്തെ ഒരു കുഞ്ഞു യാത്ര. അപ്പം നമ്മൾ പോകുന്നത് കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ധർമ്മസ്ഥലത്തേക്കുമാണ്. അപ്പം നമുക്ക് പോവാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളൊരു 1:30 മണിക്ക് എഴുന്നേറ്റു. ഞാൻ കുളിച്ച് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നമ്മളൊരു 3 മണിക്ക് ഇറങ്ങി. നമ്മളെന്ന് വെച്ചാൽ ഞാൻ, അർജു, രുക്കു, അമ്മ, വല്യച്ഛൻ, വല്യമ്മ, ഇങ്ങനെ നമ്മൾ 5 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം കുക്കയിലേക്കാണ് കേട്ടോ പോകുന്നത്. കുക്കയിലേക്ക് നമ്മൾ പോകുന്നത് കണ്ണൂർ, നമ്മളിപ്പോൾ കല്യാശ്ശേരിയിൽ നിന്നാണ് പോകുന്നത്. അവിടുന്ന് പയ്യന്നൂർ വഴി, ചീമേനി വഴി, രാജപുരം, സുള്ളിയ വഴിയാണ് പോകുന്നത്. അവിടെ രാജപുരത്തൊക്കെ എത്തിയപ്പം ഭയങ്കര ഫോഗ് കേട്ടോ, നല്ല ഭംഗി. ശരിക്കും റോഡൊന്നും കാണാൻ പറ്റുന്നില്ല. ഡ്രൈവിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ 3 മണിക്ക് ഇറങ്ങി നമ്മളൊരു 4-4:30 ഒക്കെ ആയപ്പോൾ തന്നെ ഇവിടെ എത്തി, രാജപുരം എത്തിയിട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര, പിന്നെ ആ വഴിക്കാണെങ്കിൽ വേറെ വണ്ടികളൊന്നുമില്ല. ശരിക്കും പേടിച്ച് പോയിട്ടോ. ഞാൻ വിചാരിച്ചു ഇതല്ലേ ഇനി വഴി എന്നൊക്കെ വിചാരിച്ചു ആദ്യം. അതിന് നമ്മളൊരു 6:30 ആയപ്പോൾ അവിടെ എത്തി. എന്ന് വെച്ചാൽ 3 മണിക്ക് നമ്മൾ ഇറങ്ങി ഒരു 6:30 ആകുമ്പോഴത്തേക്കും നമ്മൾ കുക്കയിലെത്തി. കുക്കയിലെത്തിയപ്പം അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക്, ഫുൾ സ്വാമിമാരൊക്കെ ആയിട്ട് ഭയങ്കര തിരക്ക് പുറത്ത് കേട്ടോ. പക്ഷെ ഉള്ളിൽ കയറിയപ്പം വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ കുക്കയിലെത്തി. ഇതാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം. അപ്പം നമുക്കിതിൻ്റെ ഒരു ചെറിയൊരു കഥ കേട്ടാലോ. 5000 വർഷത്തോളം പഴക്കമുണ്ട് ഈ അമ്പലത്തിന് എന്നാണ് പറയുന്നത്. ആ കാണുന്നത് കുമാരപർവ്വതമാണ് കേട്ടോ. താരകാസുരനെ വധിച്ചിട്ട് സുബ്രഹ്മണ്യനും ഗണപതിയും കൂടെ നേരെ കുമാരപർവ്വതത്തിലെത്തുകയും അവിടെ അപ്പം ദേവേന്ദ്രനും മറ്റ് ദേവഗണങ്ങളും ഈ സന്തോഷത്തിൽ സുബ്രഹ്മണ്യനെ പല പുണ്യനദികളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ജലം ഉപയോഗിച്ചിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഈ ജലമാണ് അവിടെ പിന്നെ കുമാരധാര നദിയായിട്ട് ഒഴുകുന്നത് എന്നാണ് അവിടെയുള്ളവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനും നാഗങ്ങളുമാണ്. നാഗങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് പണ്ട് ഗരുഡനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് വാസുകി തപസ് ചെയ്തപ്പം നമ്മുടെ സുബ്രഹ്മണ്യം പ്രത്യക്ഷപ്പെടുകയും ഗരുഡനിൽ നിന്ന് നിന്നെ എപ്പോഴും ഞാൻ സംരക്ഷിച്ചോളാന്ന് വാസുകിക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അന്ന് തൊട്ട് പരമഭക്തനായിട്ട് വാസുകി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തന്നെ വസിക്കുകയും എന്തെങ്കിലും നാഗത്തിനെ കൊണ്ടുള്ള ദോഷങ്ങളോ അതിനുള്ള പരിഹാരങ്ങൾക്കുള്ള പൂജകളൊക്കെ അവിടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്യൂ അവിടെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ ബുക്ക് ചെയ്താൽ 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ആ പൂജകളൊക്കെ ചെയ്യാൻ പറ്റും. അത്രയും തിരക്കാണ് ആ പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ. അവിടെ നിന്നൊക്കെ നമ്മൾ മെല്ലെ തൊഴുതിറങ്ങി മെല്ലെ ആദി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോയി. ആദി സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറയുന്നത് നാഗരൂപത്തിലുള്ള സുബ്രഹ്മണ്യനാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കുമാരധാര നദി. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് ഇങ്ങനെ കല്ലിനെ കൊണ്ടിങ്ങനെ ഓരോരോ രൂപങ്ങളാക്കി വെച്ചിട്ട് തൊഴുകൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെയുള്ള ആൽമരൊക്കെ ചുറ്റി മെല്ലെ ആദി സുബ്രഹ്മണ്യനെയും കണ്ട് മെല്ലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഇറങ്ങി. അവിടെ ഈ ആദി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ മുന്നേ തന്നെ വലിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. ആ ഗാർഡനിലൊക്കെ കുറച്ച് സമയം ഇരുന്ന് അപ്പുറത്ത് മഹാഹോമങ്ങളൊക്കെ നടക്കുന്ന, അങ്ങനെ ബ്രാഹ്മണരുടെ കാല് തൊട്ട് തൊഴുന്ന ഒക്കെ അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടികളുണ്ട്. പക്ഷെ ഇന്ന് അവിടെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല വിശപ്പാണ്. 1:30 എണീറ്റതാണ്. 3 മണിക്ക് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടുന്ന് നേരെ ഇവിടെ എത്തി. ഇപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞു, തൊഴുതൊക്കെ കഴിഞ്ഞു. ഇനി വയറിങ്ങനെ കത്തിക്കാളുമാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പം നമ്മുടെ മുമ്പിലുള്ള 2-3 റെസ്റ്റോറൻറ്റ് നോക്കി. പക്ഷേ അതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ വിഷ്ണു വൈഭവ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. നല്ല പൂരിയും നല്ല തട്ടുദോശയും ഇഡ്ഡലിയും ഒക്കെ നല്ല അടിപൊളി ഇഡ്ഡലിയായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം കഴിച്ചു. ഇനി നമുക്ക് മെല്ലെ കുക്കേനോട് വിട പറയാം. അങ്ങനെ കുക്കെ അടിപൊളിയായിട്ട് തൊഴുതു, നല്ല ദർശനമൊക്കെ കിട്ടി. ഇനി നമ്മൾ നേരെ പോകുന്നത് ധർമ്മസ്ഥലത്തേക്കാണ്. അപ്പോൾ ധർമ്മസ്ഥലത്തേക്ക് ഇവിടുന്ന് ആകെ 1 മണിക്കൂറൊക്കെ ഉള്ളൂ കേട്ടോ. 1 മണിക്കൂറേ ഉള്ളൂ. ഞാൻ ആ സമയം കുറച്ചൊന്ന് ഉറങ്ങി. കാരണം നേരത്തെ എണീറ്റല്ലേ, എനിക്ക് നല്ലൊരു ഉറക്കം, പിന്നെ വയറൊക്കെ നിറഞ്ഞപ്പം നല്ലൊരു ഉറക്കം വന്നു. അപ്പം ഞാൻ അതുവരെ അവിടെ എത്തുന്നവരെ കുറച്ച് സമയം ഒന്ന് ഉറങ്ങി. അതിന് വേഗം എത്തിയിട്ടോ അവിടത്തേക്ക്. കാരണം നല്ല അടിപൊളി റോഡൊക്കെ അതിനെ കൊണ്ട് 1 മണിക്കൂർ എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേഗം എത്തി. അവിടെ എത്തി നമ്മൾ വേഗം എത്തിയിട്ടോ. 10:30 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ധർമ്മസ്ഥലത്തെത്തി. ധർമ്മസ്ഥലത്ത് ഭയങ്കരമായ തിരക്കൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അല്ലാത്ത സമയത്ത് അവിടെ ഭയങ്കര തിരക്കാണ്. കാരണം അവിടെ ക്യൂ ഒക്കെ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും. കാരണം ഒരു വലിയ നമ്മൾ തിരുപ്പതീൻ്റെ ഒക്കെ ഒരു മോഡൽ
അത്ര അല്ലെങ്കിലും എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ്. കാരണം കുറേ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് എല്ലാം ഇങ്ങനെ കമ്പീൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ അത്രയും ഭയങ്കര ആൾക്കാരുണ്ടാവുന്ന സ്ഥലമായിരിക്കും എനിക്കറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തി. നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലായിട്ട് ഇതാ അച്ഛനും മോളും മൂടി പുതച്ചാണ് നടക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല വെയിലാണ്. അതിനിടയ്ക്ക് അപ്പുറത്ത് കല്യാണ ഫോട്ടോ ഒക്കെ നടക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. അവരെ ഓർണമെൻറ്റ്സും കല്യാണത്തിൻ്റെ ഇതൊക്കെ കാണാൻ. അപ്പം നമ്മൾ മെല്ലെ തൊഴാമെന്ന് വിചാരിച്ചു. ഇതൊരു വീടിൻ്റെ സ്ട്രക്ചറില്ലേ അല്ലേ. 800 വർഷങ്ങൾക്ക് മുമ്പ് മലർമാടിയിലെ കുടുംബ എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടത് കേട്ടോ. ഈ ധർമ്മസ്ഥലമാണ് അതിന് ശേഷം വന്നിട്ടുള്ള പേരാണ്. അന്ന് ഇവിടെ ജൈനമതത്തിൻ്റെ തലവനായിട്ടുള്ള ബർമണ്ണ പർഗഡയും ഭാര്യ അമ്മു ബെല്ലാളും ആയിരുന്നു താമസിച്ചിരുന്നത്. ധർമ്മ ഭഗവാന്റെ 4 കാവൽ മാലാഖമാർ മനുഷ്യരെ പോലെ മുഖംമൂടി ധരിച്ച് വീട്ടിൽ വരികയും ഇവർക്ക് വളരെ നല്ല രീതിയിലുള്ള സ്വീകരണം ലഭിച്ചപ്പോൾ ഇവർ സ്വപ്ന ദർശനം നൽകുകയും ഇവർ താമസിച്ചിരുന്ന വീട് ഒഴിയാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ 4 ദൈവങ്ങൾക്കായി പ്രത്യേക ആരാധനാലയങ്ങൾ നിർമ്മിച്ചു കേട്ടോ. ആരാധനാലയങ്ങളിൽ ശരിയായ ആചാരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഇവർ ബ്രാഹ്മണ പുരോഹിതന്മാരെ നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ബ്രാഹ്മണ പുരോഹിതന്മാർ പറഞ്ഞു ദൈവങ്ങൾക്ക് സമീപം ഒരു ശിവലിംഗം നിർമ്മിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും നിർമ്മിച്ച് അവിടെ അതിന് ചുറ്റുമായിട്ട് ഒരു ക്ഷേത്രം തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇതിൻ്റെ ട്രസ്റ്റി ആയിട്ട് ഈ ഫാമിലീൻ്റെ അംഗങ്ങൾ തന്നെയാണ് കേട്ടോ. അവർ ധർമ്മത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ മെല്ലെ ഇനി തൊഴാൻ പോയി. വേഗം തന്നെ തൊഴുത് കഴിഞ്ഞു കേട്ടോ. കാരണം അധികം തിരക്കൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നല്ല ദർശനം കിട്ടി, നന്നായിട്ട് തൊഴുതു. പിന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ കുറേ നേരത്തെയാണ്, അവിടെ 12 മണിക്ക് അന്നദാനം തുടങ്ങുള്ളൂ. അപ്പോൾ അതുവരെ അവിടെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മെല്ലെ മടങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേർക്കുള്ള അന്നദാനം നടത്തുന്നുണ്ട് കേട്ടോ ഒരു ദിവസം അവിടെ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ കുറേ നേരത്തെയാണ്, കുറേ സമയം അവിടെ ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വേഗം നാട് പിടിക്കാമെന്ന് കരുതി ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഈ തേരികളൊക്കെ കാണാം കേട്ടോ. ഈ തേരികൾ എനിക്കൊന്നിപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ച ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന തേരുകളാണ് ഇതെല്ലാം. എല്ലാത്തിൻ്റെ മേലെയും കൃഷ്ണനെയും സരസ്വതിനെയും മഹാലക്ഷ്മിനെയും ദേവീനെയും ശിവനെയും ശിവപാർവതിനെയും എല്ലാവരും കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, മരത്തിൽ കൊത്തി വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്. നല്ല വെയിൽ കേട്ടോ, വല്ലാണ്ട് ക്ഷീണിക്കുകയും ചെയ്തു. ഭയങ്കര വെയിൽ. കാരണം നല്ല 11 മണിക്കൊക്കെ എനിക്കൊന്ന് വെയിൽ നല്ല ചൂട് കൂടിയോ എന്ന് തന്നെ ഒരു ഡൗട്ട്. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. വരുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ചു, ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ മെല്ലെ ധർമ്മസ്ഥലത്തിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ, നമുക്ക് എപ്പോഴെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും വരാൻ സാധിക്കട്ടെ. അപ്പം നമ്മൾ വല്ല ഇവിടുന്ന് വിടുവാണ്. നമ്മൾ കാഞ്ഞങ്ങാട് വഴിയാണ് കേട്ടോ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. കാഞ്ഞങ്ങാട് വഴിയാണ് പോകുന്നത്. അപ്പം അതുവരെ ശരിക്കും ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഫുള്ള് കാടായതിനെ കൊണ്ട് അധികം കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോയത്. പിന്നെ കാഞ്ഞങ്ങാട് എത്തിയപ്പോഴാണ് ഒരു കടയൊക്കെ കണ്ടത്. കാഞ്ഞങ്ങാട് എത്തുമ്പോഴത്തേക്ക് ശരിക്കും 2:30 ആയി. അപ്പോൾ അവിടെ ഭാഗ്യത്തിന് അവിടെ നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ്, ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു ഹോട്ടൽ. പക്ഷെ നല്ല ഫുഡ് കിട്ടോ, അടിപൊളി ഫുഡ്. ചോറും കറിയും പായസമൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 4:30 ആയപ്പോൾ തന്നെ കാഞ്ഞങ്ങാട് എത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും കൂടി ഒന്ന് കയറാം. അവിടെ ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഒന്ന് കയറിക്കളയാം. ഇപ്പം നമ്മളവിടെ 4:30 നേരത്തെ എത്തില്ല. അപ്പോൾ അവിടെ നടയൊന്നും തുറന്നിട്ടില്ല. എന്നാലും നമ്മളൊന്ന് തൊഴുതു. എന്നിട്ട് നേരെ അവിടുത്തെ ചിറയിലേക്ക് പോയിട്ട് വലിയ ചിറയാണ് കേട്ടോ, വലിയ ചിറയാണ്. നല്ല ഭംഗിയുണ്ട്, വലിയ അമ്പലവും അതിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ചിറയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കുറേ സമയം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നതിനെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നല്ല തണുത്ത കാറ്റൊക്കെ കൊള്ളാൻ നല്ല രസമായിരുന്നു. ഞാൻ കുരുക്കും കൂടെ കുറേ സമയം അവിടെ കാലൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ അവിടുന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. അവിടുന്ന് മെല്ലെ ഇറങ്ങി വൈകുന്ന ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒന്നും കഴിക്കുകയൊന്നും ചെയ്തില്ല, കാരണം വയറൊക്കെ ഫുള്ളായിരുന്നു. അപ്പം എന്താ എൻ്റെ ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ ഗൈസ് ബൈ ബൈ.